ഹലോ, ഇന്ന് നമ്മൾ വാടി ഫിഷിംഗ് ഹാർബറിലോട്ട് പോവാണ് കേട്ടോ. അപ്പം നമ്മളവിടെ എത്തിയിട്ടുണ്ട്. കൊല്ലം ജില്ലയിൽ തങ്കശ്ശേരിയിൽ സ്ഥിതി ചെയ്യുന്ന ഒരു പ്രധാന മത്സ്യബന്ധന കേന്ദ്രമാണ് നമ്മുടെ വാടി ഫിഷിംഗ് ഹാർബർ. മത്സ്യത്തൊഴിലാളികളൊക്കെ അവർക്ക് കിട്ടിയ മീനുകളൊക്കെ എല്ലാം കൊണ്ടുവന്ന് ലേലം ചെയ്യും. വലിയ മീനുകളൊക്കെ കിട്ടുന്നതെങ്കിൽ പിന്നെ അന്നത്തെ ദിവസം അവർക്ക് കോള. അവർക്ക് മാത്രമല്ല, നമുക്കും നല്ല കോള. കാരണം ഈ മീനുകളൊക്കെ നമ്മുടെ വീട്ടിലെത്തി വരുമ്പോഴത്തേക്കും ഭയങ്കര റേറ്റ് ആയിരിക്കും. പക്ഷേ ഇവിടെ നമ്മൾ ഡയറക്റ്റായിട്ട് വന്ന് വാങ്ങിച്ചാൽ നമുക്ക് ഫ്രഷ് ആയിട്ടുള്ള മീനും കിട്ടും. അതുപോലെ തന്നെ അത്യാവശ്യം നല്ല വിലക്കുറവിൽ നമുക്ക് കിട്ടും. ഫ്രഷ് മീനൊക്കെ വാങ്ങിച്ച് നമ്മൾ കഴിക്കുകയാണെങ്കിൽ അതിൻ്റെ ടേസ്റ്റ് തന്നെ വേറേതാട്ടോ, നല്ല ടേസ്റ്റാണ്. സാധാ നമ്മൾ വാങ്ങിക്കുന്ന പോലത്തെ മീനുകളുടെ ടേസ്റ്റേ അല്ല. തീരദേശ സംസ്കാരത്തെയും മത്സ്യബന്ധന രീതികളെയും കുറിച്ച് പഠിക്കാനും പ്രാദേശിക ജീവിതം അടുത്തറിയാനും താല്പര്യമുള്ളവർക്കൊക്കെ ഇതൊരു പ്രധാന ആകർഷണ കേന്ദ്രമാണ്. പ്രഭാത സമയങ്ങളിലൊക്കെ ബോട്ടുകളുടെ തിരിച്ചുവരവും മത്സ്യലേലവും വളരെ ശ്രദ്ധേയമായ കാഴ്ചയാണ്. ഇവിടെ മനുഷ്യരെ കൂടാതെ മീൻ കൊണ്ടുപോകാൻ വരുന്നവർ വേറെയുണ്ട് കേട്ടോ. പരുന്ത്, പട്ടി, കാക്ക, കൊക്ക്, അങ്ങനെ കുറേ പേരുണ്ട്. ഞങ്ങൾ പോയ ദിവസം അന്ന് ഒത്തിരി മത്തിയൊക്കെ കിട്ടിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പം അതായി കാണുന്നത് കേട്ടോ. പിന്നെ വേറെ കുറേ മീനുകളൊക്കെ ഉണ്ട്. എന്നിട്ട് ഈ മീൻ കണ്ടിട്ടുണ്ടോ നിങ്ങൾ? ഇതാണ് കൂന്തൽ കേട്ടോ. അവിടെ ഇങ്ങനെ നിരത്തി ഇട്ടിരിക്കുക. കൂന്തൽ ഇഷ്ടത്തിനുണ്ടായിരുന്നു. പിന്നെ അതുകൊണ്ട് ഈ മീൻ കണ്ടോ? ഈ മീനിൻ്റെ പേര് പാലപ്പാറ എന്നാണ് അവർ പറഞ്ഞത്. ഇതിന് നല്ല ടേസ്റ്റാണെന്നാണ് അവർ പറയുന്നത്. ഇവിടെ വന്നിട്ട് ഇഷ്ടപ്പെടാത്ത ഒരു കാര്യം എന്ന് പറയുന്നത്, ഇവിടെ മൊത്തം വേസ്റ്റ് ഇട്ടിരിക്കുക. മൊത്തം, അതായത് മീൻ വേസ്റ്റ് പോട്ടെ, അതൊക്കെ അവിടെ വന്ന പക്ഷികളും എല്ലാം എടുത്തോണ്ടങ്ങ് പൊക്കോളും. ഞാൻ പറയുന്നത് പ്ലാസ്റ്റിക്കുകളുടെ കാര്യമാണ് കേട്ടോ. പ്ലാസ്റ്റിക് കവറുകളൊക്കെ ഇഷ്ടത്തിന് അവിടെ ഉണ്ടായിരുന്നു. പിന്നെ പൊട്ടിയ വല, അങ്ങനത്തെ കാര്യങ്ങളെല്ലാം ഉണ്ടായിരുന്നു. ഈ പ്ലാസ്റ്റിക്കുകൾ ഒക്കെ കണ്ടിട്ടൊക്കെ ഇങ്ങനെ എന്തോ പോലെ തോന്നും. ഒന്നെങ്കിൽ അവിടെ ഉള്ളവർ, അല്ലെങ്കിൽ വന്നു പോയവർ. ഈ പ്ലാസ്റ്റിക്കുകളൊന്നും നശിച്ചു പോകുന്നതല്ല. ഈ വേസ്റ്റ് ഇടുന്നവർ ഒന്നും ആലോചിക്കാതെയാണ് എല്ലാം കളയുന്നത്. അവർക്ക് അവരുടെ കാര്യം നടക്കും. പക്ഷേ ഇത് നമ്മുടെ ഭൂമിക്ക് ഒരു അഴുക്കല്ലേ. ഈ പ്ലാസ്റ്റിക്കുകളൊന്നും നശിച്ചു പോകുന്നതല്ല, ദ്രവിച്ചു പോകത്തില്ല. അപ്പം ഇത് ആ കടലിൽ ഒഴുകിപ്പോയാലും അത് മീനുകൾക്കും എല്ലാം അത് അഴുക്കാം. അവരത് തിന്നുകയും ചത്തുപൊങ്ങുകയും ഒക്കെ ചെയ്യത്തില്ലേ. അതൊക്കെ ഒരു അപകടമായുള്ളൊരു കാര്യമാണ്. അപ്പം നമ്മൾ മനുഷ്യർ നമ്മുടെ സ്വാർത്ഥത മാറ്റിവെച്ച് പ്ലാസ്റ്റിക്കുകളൊക്കെ ഒന്നെങ്കിൽ വേസ്റ്റ് കൊട്ടയിലിടണം. അതൊന്നും അവിടെ ഇല്ലെങ്കിൽ വീട്ടിൽ കൊണ്ടുപോയി കളയുക. മാത്രമല്ല, ഈ വേസ്റ്റൊക്കെ ഇട്ടാൽ നമുക്ക് പല പല രോഗങ്ങളൊക്കെ വരാം. മീനുകളൊക്കെ ചത്തുപോകും, നമുക്ക് അസുഖങ്ങളൊക്കെ വരാം. അങ്ങനെ പല കാരണങ്ങളൊക്കെ ഉണ്ട്. അപ്പം നമ്മൾ വേണം അതിനനുസരിച്ച് പെരുമാറാൻ. എന്തെങ്കിലും പ്ലാസ്റ്റിക്കുകൾ നമ്മുടെ കയ്യിലുണ്ടെങ്കിൽ അത് പ്ലാസ്റ്റിക് ഇട്ട് കിടക്കുന്നിടത്ത് വീണ്ടും കൊണ്ടുപോയി ഇടുക എന്നുള്ളതല്ല പരിഹാരം. എത്ര പറഞ്ഞാലും വൃത്തിയാക്കുന്നവർ വൃത്തിയാക്കിക്കൊണ്ടിരിക്കും, വൃത്തികേടാക്കേണ്ടവർ വൃത്തികേടാക്കിക്കൊണ്ടിരിക്കും. അത് പോട്ടെ. ഈ അടുക്കിയിരിക്കുന്ന ബോട്ടുകളൊക്കെ കാണാൻ നല്ല രസമാണ് കേട്ടോ. നല്ല കാഴ്ചയാണ്. അതിൻ്റെ പുറത്തിങ്ങനെ കൊക്കുകൾ ഇരിക്കുന്നതും നമുക്ക് അതിൻ്റെ ഇപ്പുറത്തെ സൈഡിലൊക്കെ കുറച്ച് വേസ്റ്റൊക്കെ ഇരിക്കുന്നത് കാണാം. പിന്നെ അവിടെ മേഘങ്ങൾ കണ്ടോ? നല്ല പഞ്ഞിപ്പുട പോലെയൊക്കെ ഇരിക്കുന്ന മേഘങ്ങൾ. അതിൻ്റെ കൂട്ടത്തിൽ നല്ല കാറ്റ്. നല്ല രസമായിരുന്നു കേട്ടോ. ഇവിടെ ആണ്ട് ഐസൊക്കെ എടുത്ത് മീനിൻ്റെ പുറത്തിടുന്നുണ്ട്. അവിടെ ആണ്ട് ഐസുകളെല്ലാം കൊണ്ടുവന്നിട്ട് തൊട്ടടുത്ത് തന്നെ ഈ ഐസിൻ്റെ ഫാക്ടറിയൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അവിടെ നിന്ന് കൊണ്ടുവന്നതായിരിക്കും. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ബാക്കി എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഇനി വേറെ അടുത്ത ദിവസം ഇടാം. വീഡിയോ ഇഷ്ടമായാൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടൺ അടിക്കുക, പിന്നെ ലൈക്ക്, കമൻറ്റ് ഇതൊക്കെ അടിച്ചോട്ടോ. അപ്പം താങ്ക് യു.